നമസ്കാരം, ആയുർപത്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെയർ സീറാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് ഫേസും സ്കിന്നും ഒക്കെ ആണല്ലോ നമ്മൾ കെയർ ചെയ്ത് പോരുന്നത്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറം, അത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീറം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു സീറം തയ്യാറാക്കിയെടുക്കാം. അത് എങ്ങനെയാണ് എന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെള്ളത്തിലേക്ക് ഒരു പിടിയോളം കഴുകി വൃത്തിയാക്കി ചെമ്പരത്തിയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് കയ്യുണ്ണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൂന്നാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൃഷ്ണ തുളസിയാണ്. നാലാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രാമതുളസിയാണ് കേട്ടോ. ഈ 4 ഇൻഗ്രീഡിയൻസും നമുക്ക് രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ദിവസം രാവിലെയാണ് ഇനി ബാക്കി സിറം പ്രിപ്പറേഷൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇലയിലുള്ള ആ സത്ത് മുഴുവനും വെള്ളത്തിലേക്ക് കിട്ടാനായിട്ട് കൈ ഉപയോഗിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഇല നല്ലപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള എല്ലാ ഗുണങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ സീറം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ സിറം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കർക്കിടക മാസത്തിലെ സെൽഫ് കെയറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു മാസം കൂടിയാണ്. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൂട് കാലാവസ്ഥയിൽ നിന്ന് തണുപ്പിലേക്ക് വന്ന ഒരു സമയമാണ്. ബോഡിക്ക് ഒരുപാട് മാറ്റങ്ങൾ, ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള ടൈമാണ്. ഈ ടൈമിൽ സെൽഫ് കെയർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഹെയറിനെ സംബന്ധിച്ചിടത്തോളം ഹെയർ വളരെയധികം ബ്രിട്ടിലാവാനും പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ മുടിയിൽ ഒത്തിരി മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓയിൽ അപ്ലിക്കേഷനൊക്കെ ചിലർ കർക്കിടക മാസത്തിൽ വളരെ റെയറായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഈസി ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ സീറം തന്നെയാണ് നമ്മളിന്ന് ഹോം മെയ്ഡായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലയിലുള്ള എല്ലാ സത്തും വെള്ളത്തിലേക്ക് ഇറങ്ങും വിധത്തിൽ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഇലകളെ മാറ്റി വയ്ക്കുക. ശേഷം നമുക്ക് അവശേഷിക്കുന്ന വെള്ളമാണ് സിറം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫിൽറ്റർ ചെയ്ത് മാറ്റുകയാണ്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4-1 വറ്റിച്ചെടുക്കുകയാണ്. 4-1 വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കഷായ രൂപത്തിലേക്കാണ് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഹെയർ സീറം കിട്ടുള്ളൂ. പക്ഷേ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, വളരെയധികം ബെനഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ സീറം ഡെയിലി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നല്ല തിക്ക് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഹെയറിനെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഡെൻസിറ്റി ലോ ആയിട്ടുള്ള ഹെയർസിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർക്കൊക്കെ പ്രോബ്ലംസിനെ മാറ്റിയെടുക്കാനും പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹെയർ സീറാണ്. ഫൈനലി നമുക്ക് ഇങ്ങനെയാണ് ഹെയർ സീറം കിട്ടുക. തീർച്ചയായിട്ടും ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സീറാണ്. വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കോൾഡ് അലർജിക് ആയ ആളുകൾ ഇത്തരത്തിലുള്ള സീറംസ് ഒക്കെ, പ്രത്യേകിച്ച് വാട്ടർ ബേസ്ഡ് സീറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നെറുകയിൽ രാസനാദി ചൂർണം അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സീറം നിങ്ങളുടെ ഹെയറിന്റെ ഹെൽത്തി ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, ന്യൂ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ തന്നെ ഹെയറിനെ നറിഷ് ചെയ്യാനും ഹെയറിലുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.